വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. ബുഖാരി റൈസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, ഒരുപാട് മസാലകളൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ കഴിക്കാം. ഒരുപാട് സ്പൈസി ഒന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ കറുത്ത ഉണക്കമുന്തിരിയൊക്കെയാണ്. ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ചെയ്യുന്നത്. റൈസൊക്കെ ഇതുപോലെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും, അടിഞ്ഞു പോവുകയോ അല്ലാതെ ഉടഞ്ഞു കിടക്കുകയോ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് കാര്യമായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കണം. ഒരുപാട് തടിയുള്ള കഷ്ണങ്ങളല്ല, നേരിയ കഷ്ണങ്ങളായിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത ഉണക്കമുന്തിരിയാണ്. അത് ഞാനൊരു കൈ പിടി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ചിക്കന് ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം 900 ഗ്രാം വരുന്ന ചിക്കനാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിതിൽ ഉപയോഗിക്കുന്ന റൈസ് നമ്മുടെ നാട്ടിൽ കപ്സ റൈസ്, മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന സെല്ല ബസ്മതി റൈസാണ്. 2.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 20 മിനിറ്റ് പച്ചവെള്ളത്തിൽ കഴുകി കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അരി നന്നായിട്ട് കഴുകിയിട്ട് 20 മിനിറ്റ് കുതിർത്തിട്ട് ഊറ്റിയെടുത്തിട്ട് വയ്ക്കുക. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാത്രത്തിൻ്റെ അടിഭാഗം കവറാവുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 4 മുതൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ക്യാരറ്റ് വരെ എടുക്കാം. ഇതിൽ ക്യാരറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ക്യാരറ്റ് മുഴുവനായിട്ട് നിങ്ങൾ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആവണ്ട, ഒന്ന് വാടുന്ന ആ ഒരു പാകം വരെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് ക്യാരറ്റ് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഉണക്കമുന്തിരി ഇട്ടിട്ട് കുറച്ച് നേരം ആകുമ്പോൾ തന്നെ അത് വീർത്തിട്ട് വലുതായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഉണക്കമുന്തിരിയും ക്യാരറ്റും രണ്ടും മൂടി വയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ഡ്രൈ ആയിട്ട് ഹാർഡായിട്ട് പോവും. അപ്പോൾ ഈ ഒരു ക്യാരറ്റും ഉണക്കമുന്തിരിയും വെച്ചിട്ടുള്ള പ്ലേറ്റ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതേ ഓയിലിലേക്ക് തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 വശവും ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യണ്ട, ഓരോ വശവും 2 മിനിറ്റ് വീതം കുക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. തൊലിയോട് കൂടി കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കൊന്നുമില്ല, തൊലിയിൽ തന്നെ ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചിടുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ നിങ്ങൾ പാത്രം എടുക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് ഇല്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ റൈസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വേഗം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ്. ഇപ്പോൾ ഞാൻ 2 ഭാഗവും 2 മിനിറ്റ് വീതം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 1 പോട്ട് ഡിഷാണ്. നമ്മളെല്ലാം ഈ ഒരൊറ്റ പാത്രത്തിലാണ് ഈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇടുന്നുണ്ട്. നല്ല ജീരകമാണ്, പൊടിയില്ലെങ്കിൽ ചതച്ചിട്ടിട്ടാൽ മതി. 1/2 ടീസ്പൂണ് അറബിക് മസാല ഇടുന്നുണ്ട്. അറബിക് മസാല ഇല്ലാത്തവർക്ക് ഗരം മസാല ഇടാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല എന്ന്. ഇത്ര മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. വേറെ മസാലപ്പൊടികളൊന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. പക്ഷേ ഇത് നല്ല ഫ്ലേവറും ഉണ്ടാവും. ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുമിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പുളിയും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കളറും നമ്മുടെ റൈസിന് കിട്ടും. ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട, വെറുതെ തക്കാളി മുറിച്ചിട്ടിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തക്കാളിയാണ് നമ്മുടെ ചോറിന് നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ചേർക്കുക.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് അരിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 3.25 കപ്പ് അളവിലുള്ള വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. 3.25 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സമയത്താണ് നിങ്ങൾ ഉപ്പൊക്കെ നോക്കേണ്ടത്. ഉപ്പൊക്കെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ചോറിലേക്ക് കണക്കായിട്ടുള്ള ഉപ്പ് നമ്മളിതിൽ ഇട്ട് കൊടുക്കണം. സാധാരണ റൈസിൽ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഒരിത്തിരി മുന്നോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. ഞാൻ എരിവിനായിട്ട് 2 പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, ആ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടെ തന്നെ എടുത്തിട്ട് ഇടരുത്, അപ്പം വെള്ളത്തിൻ്റെ അളവ് തെറ്റും. 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള ആ തക്കാളിയുടെ ജ്യൂസിൽ നിന്നും ചിക്കൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം വരും. അപ്പം വെള്ളം കറക്റ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടയ്ക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്ക് കുക്ക് ചെയ്യാം. വെള്ളം കുറേയൊക്കെ വറ്റി അരി മുകൾ ഭാഗത്ത് കാണുന്ന പാകമായി കഴിഞ്ഞാൽ ഇത് തുറക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് അരി മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് വെക്കുക. നല്ല ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബ് മേലേക്ക് തിരിച്ചിട്ട് വളരെ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ പീസും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്, വിളമ്പുന്ന സമയത്ത് ഇടാനായിട്ട്. ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഇത് അടയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോഴും അരി കുറച്ച് നനവോട് കൂടിയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ 5 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല പാകത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് സാധാരണ നമ്മൾ മന്തിയും കബ്സയും ഒക്കെ സെർവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ സൈഡായിട്ട് നിങ്ങൾക്ക് ആ ടൊമാറ്റോ ആ ഒരു സാലനയും അല്ലെങ്കിൽ തൈരോ ഒക്കെ സെർവ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ ഇത് വിളമ്പുന്ന സമയത്ത് അരിയൊക്കെ വേറെ വേറെ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിക്കനും അരിയൊക്കെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് പോലും ഇത് അടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കുകയോ അങ്ങനെയൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല വിട്ട് നിൽക്കുന്ന അരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചോറ് ഈ ക്യാരറ്റും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരുപാട് പണിയൊന്നുമില്ല, ഒരുപാട് ചേരുവകളൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചോറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കത് കുട്ടികൾക്കും കൊടുക്കാം. കാരണം ഒരുപാട് എരിവോ ഒന്നുമില്ല, പിന്നെ മസാല അങ്ങനെയൊന്നും ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കും. അത്രയും ഗ്യാരണ്ടിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ ചോറിൻ്റെ പോലെ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ചിക്കനൊക്കെ വേവോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തോലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്കിന്നുള്ളത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്കിന്നുള്ളതാണ് ഇത് ട്രഡീഷണലായിട്ട് ചെയ്യുന്നത്. നല്ല ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.